29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. Good evening, delegates, dignitaries and guests, and a warm welcome to the 29th edition of the International Film Festival of Kerala. നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ സാംസ്കാരികോത്സവമായ കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ 29ാമത്തെ പതിപ്പിനാണ് ഇന്ന് ഈ വേദിയിൽ തിരിതെളിയുന്നത്. ഇനിയുള്ള ഒരാഴ്ചക്കാലം തിരുവനന്തപുരം നഗരത്തിലെ 15 തിരശീലകളിലായി ചലച്ചിത്ര ആസ്വാദനത്തിന്റെ ഉത്സവ ലഹരി പരക്കുകയാണ്. Across different sections like international competition, Indian cinema and world cinema, a whopping 177 films are going to be screened through 15 screens in this country, in this state. And all of these films have one thing in common. They're all tales of human struggle and survival from across the world. ലോകത്തിലെ പലയിടങ്ങളിലെ മനുഷ്യരുടെ അതിജീവന പോരാട്ട കഥകളാണ് ദൃശ്യാനുഭവമായി നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചേരുന്നത്. മേളയുടെ ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കുകയാണ്. നമ്മുടെ വിശിഷ്ടാതിഥികളെ എല്ലാവരെയും വേദിയിലേക്ക് ക്ഷണിക്കാം. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വേദിയിൽ എത്തിക്കഴിഞ്ഞു. സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാനും സന്നിഹിതനാണ്. പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവർകളുണ്ട്. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ശ്രീ GR അനിൽ അവർകളുണ്ട്. അഡ്വക്കേറ്റ് VK പ്രശാന്ത് MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് D സുരേഷ് കുമാർ, ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ശ്രീ പ്രേംകുമാർ, film maker and lifetime achievement award winner Ms. Anne Hui. Hearty welcome on stage, ma'am. Chief guest of the function, Ms. Shabana Azmi. Festival curator, Ms. Golda Selam. Jury chairperson, Ms. Agnes Godard. സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ഡോക്ടർ ദിവ്യ S. അയ്യർ IAS. KSFDCയുടെ ചെയർമാൻ ശ്രീ ഷാജി N. കരുൺ. സാംസ്കാരിക പ്രവർത്തന ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ശ്രീ മധുപാൽ. കേരള ചലച്ചിത്ര അക്കാദമിയുടെ സെക്രട്ടറി ശ്രീ C. അജോയ്. ജനറൽ കൗൺസിൽ അംഗം ശ്രീമതി കുക്കു പരമേശ്വരൻ. കേരള ഫിലിം ചേംബർ പ്രസിഡന്റ് ശ്രീ BR ജേക്കബ്. വിശിഷ്ടാതിഥികൾ എല്ലാവരും വേദിയിൽ ഉപവിഷ്ടരാവുകയാണ്. സ്വാഗതം ആശംസിക്കുന്നതിനായി ഫെസ്റ്റിവൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറും ചലച്ചിത്ര അക്കാദമിയുടെ സെക്രട്ടറിയുമായ ശ്രീ C. അജോയെ സാദരം ക്ഷണിക്കുന്നു. Honorable Chief Minister of Kerala, Shri Pinarayi Vijayan, Honorable Minister for Culture, Shri Saji Cheriyan, Honorable Ministers, Shri V. Shivankuti, Shri GR Anil, dignitaries on and off the dais, dear delegates of 29th IFFK, some 3 decades ago, a small dream had opened before the eyes of Kerala. We named it as IFFK, International Film Festival of Kerala, that has grown by leaps and bounds and become the most popular and professionally managed film festivals among Asia. And we are surging ahead in World Film Festival circuit. And this year, we have come back with a great assortment of films and representing filmmakers to make this edition a memorable one. ഈ മേള
ഇങ്ങനെ മനോഹരമായി സംഘടിപ്പിക്കുന്ന ഒരു കൂട്ടായ നേതൃത്വത്തിന്റെ മുന്നിൽ നിന്നു നയിക്കുന്ന കേരളത്തിന്റെ സർഗധനനായ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ അവർകളെ ഏറെ ആദരവോടെ അധ്യക്ഷ പദവിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ മേളയുടെ പിന്നിലെ കരുത്തായി നിലകൊള്ളുന്ന, നമ്മൾ ഓർക്കുമ്പോൾ കോവിഡ് മഹാമാരിയുടെ കാലത്ത് അന്താരാഷ്ട്ര ഫിലിം സർക്യൂട്ടിലെ മഹാമേളകൾ ഒന്നൊന്നായി റദ്ദാക്കപ്പെടുകയോ മാറ്റിവെക്കപ്പെടുകയോ ഓൺലൈനിലേക്ക് ചുരുങ്ങിയോ ചെയ്ത കാലത്ത് ഈ കേരളത്തിൽ കേരളം അഭിമാനപൂർവ്വം വളർത്തിയെടുത്ത കേരളത്തിന്റെ രാജ്യാന്തര ചലച്ചിത്രമേള IFFK അഭംഗുരം അവിരാമം തുടരുമെന്ന് പ്രഖ്യാപിച്ച കേരളത്തിന്റെ കരുത്തനായ മുഖ്യമന്ത്രി ഈ മേള ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നിരിക്കുന്ന ആദരണീയനായ ശ്രീ പിണറായി വിജയൻ അവർകളെ സ്നേഹാദരങ്ങളോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങിൽ ഫെസ്റ്റിവൽ ഹാൻഡ്ബുക്ക് പ്രകാശനത്തിനായി എത്തിച്ചേർന്നിരിക്കുന്നത് ഈ മേള തിരുവനന്തപുരത്ത് മുഖ്യ വേദിയാക്കിയതിനു ശേഷം ഈ മേളയുടെ വളർച്ചയ്ക്കൊപ്പം നടന്ന ആദരണീയനായ പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവർകളെ ഏറെ ആദരവോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പൊതുവിതരണ വകുപ്പിന്റെ പരിപാടികൾ പോലെ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ പരിപാടികളിൽ എപ്പോഴും എല്ലായ്പ്പോഴും സഹകരിക്കുന്ന, ഞങ്ങൾക്ക് വഴികാട്ടിയായി നിലകൊള്ളുന്ന ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ GR അനിൽ അവർകളെ ഏറെ ആദരവോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. We are honoring legendary filmmaker, one of the doyens of Hong Kong New Wave cinema, Hong Kong SAR of China, Mrs. Anne Hui. I welcome Anne Hui to this memorable event. When we started the IFFK in the literary city of Kozhikode in the year 1994, the chief guest of the closing ceremony was none other than Shabana Azmi ji. Three decades down the line, today at the 29th IFFK, we are proud to honor Srimati Shabana Azmi ji for her lifetime accomplishments to Indian cinema. As a pillar of the art house cinema of India, with her acting prowess, I welcome Shabana Azmi ji to this event. ഇന്ന് ഇവിടെ ഡെയിലി ബുള്ളറ്റിന്റെ പ്രകാശനത്തിനായി എത്തിച്ചേർന്നിരിക്കുന്നത് ഈ മേളയുടെ തന്നെ പ്രിയങ്കരനായ ശ്രീ VK പ്രശാന്ത് MLA ആണ്. ഏറെ ആദരവോടെ അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ മേളയുടെ വിജയത്തിനായി നമ്മളിൽ ഒരാളായി നമ്മളെപ്പോലെ പ്രവർത്തിക്കുന്ന തിരുവനന്തപുരത്തിന്റെ ആദരണീയനായ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് D. സുരേഷ് കുമാറിനെ ഏറെ ആദരവോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Now I welcome Mrs. Golda Sellam, the festival curator of 29th IFFK, a globetrotter who is traveling between Cannes, Berlin and Venice, marketing the International Film Festival of Kerala. I welcome ma'am to this August function. Another attraction of this moment is
Agnes Godard, famous French cinematographer and chairperson of international competition jury. I welcome Agnes Godard to this function. She is representing the jury members, Mikhail Dovlatyon, Manjul Bora and Marcos Loisa, who are present among the film lovers of Kerala. ഈ മേളയിൽ ഇന്ന് അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയും, മലയാള സിനിമയെ ആഗോള തലത്തിലെത്തിച്ച പ്രിയങ്കരനായ മലയാളികളുടെ അഭിമാനമായ 2023 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായ KSFDCയുടെ ചെയർമാൻ കൂടിയായ ശ്രീ ഷാജിയൻ കരുണിനെ അഭിമാനത്തോടെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന ഞങ്ങളുടെ ടീമിനെ ലീഡ് ചെയ്യുന്ന സാംസ്കാരിക വകുപ്പിന്റെ ഡയറക്ടർ ഈ പദവി ഏറ്റെടുത്തതിന് ശേഷം വളരെ പെട്ടെന്ന് IFFKയുടെ ഈ ടീമിന്റെ നേതൃത്വം നൽകാൻ നമുക്കൊപ്പം നിലകൊണ്ട് ഡോക്ടർ ദിവ്യ എസ് അയ്യർ IASനെ ആദരവോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ മേളയുടെ കരുത്തായ സാംസ്കാരിക ക്ഷേമനിധിയുടെ ചെയർമാൻ, നടനും സംവിധായകനുമായ ശ്രീ മധുപാലിനെ ആദരവോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള ഫിലിം ചേംബറിന്റെ പ്രസിഡന്റ് ശ്രീ BR ജേക്കബ് അവർകൾ വേദിയിലുണ്ട്. അദ്ദേഹത്തെ ഏറെ അഭിമാനത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇനി സ്വാഗതം ചെയ്യാനുള്ളത് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ, കഴിഞ്ഞ മാസങ്ങളോളം ഉറക്കമിളച്ച് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്ന ചലച്ചിത്ര അക്കാദമിയുടെ സഹപ്രവർത്തകർക്കൊപ്പം സാംസ്കാരിക ഡയറക്ടറേറ്റിന്റെയും സാംസ്കാരിക വകുപ്പിന്റെയും പ്രവർത്തകർക്കൊപ്പം നിലകൊള്ളുന്ന എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ മേളയെ മനോഹരമാക്കുന്ന ഞങ്ങളുടെ പ്രിയങ്കരനായ ചെയർമാൻ ശ്രീ പ്രേംകുമാറിനെ ആദരവോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ നന്ദി പ്രകാശിപ്പിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയങ്കരിയായ ജനറൽ കൗൺസിൽ അംഗം, മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടി ശ്രീമതി കുക്കു പരമേശ്വരനെ ഈ ചടങ്ങിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിനെ വിജയിപ്പിക്കാൻ ഇനിയൊരു 8 ദിനരാത്രങ്ങൾ തിരുവനന്തപുരത്തെ ധന്യമാക്കാൻ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, കേരളത്തിന്റെ പുറത്തുനിന്ന്, ഇന്ത്യയുടെ പുറത്തുനിന്ന് എത്തിച്ചേർന്നുകൊണ്ട് ഈ ഒരു വലിയ ചടങ്ങിനെ, ഈ ഒരു വലിയ IFFK എന്ന വലിയ സ്വപ്നത്തെ, വിശ്വാസത്തെ നെഞ്ചിലേറ്റിയ എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട്, പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അഭിവാദനങ്ങൾ. നന്ദി ശ്രീ സി അജോയ്. ഇനി ആമുഖ ഭാഷണത്തിനായി ഫെസ്റ്റിവൽ ഡയറക്ടറും അതുപോലെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനുമായ ശ്രീ പ്രേംകുമാറിനെ സാദരം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. 29ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള ഈ വേദിയിൽ ഉദ്ഘാടനം ചെയ്യുന്ന ആദരണീയനായിട്ടുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ, വേദിയിലുള്ള ആദരണീയരായ മന്ത്രിമാർ, സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ B. ശിവൻകുട്ടി, ശ്രീ GR അനിൽ, ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി, ആദരണീയരായിട്ടുള്ള MLAമാർ, മറ്റു ജനപ്രതിനിധികൾ, വിശിഷ്ട വ്യക്തിത്വങ്ങൾ, നിരവധി പേരുടെ ഒരു വലിയ സാന്നിധ്യം തന്നെ ഇവിടെയുണ്ട്. സദസ്സിലും വിശിഷ്ട വ്യക്തികൾ നിരവധി പേരുണ്ട്. എല്ലാവരെയും ഒറ്റവാക്കിൽ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ്. ഇന്ന് ഈ മേളയ്ക്ക് പ്രിയങ്കരനായിട്ടുള്ള മുഖ്യമന്ത്രി തിരിതെളിക്കുമ്പോൾ ഇതിന്റെ പ്രാരംഭമായിട്ടുള്ള പരിപാടികളൊക്കെ നമ്മൾ കുറച്ച് മുമ്പ് തന്നെ ആരംഭിച്ചു കഴിഞ്ഞതാണ്. കഴിഞ്ഞ 27-ാം തീയതി കാസർഗോഡ് ജില്ലയിലെ പോരാട്ടങ്ങളുടെ ഭൂമികയായിട്ടുള്ള കയ്യൂരിൽ നിന്ന് നമ്മൾ വിളംബര ജാഥ ആരംഭിച്ച് അത് കേരളത്തിലെ വിവിധ ജില്ലകളിലൂടെ കടന്നു വന്ന്
അവിടെയെല്ലാം ടൂറിംഗ് ടോക്കീസിന്റെ ആഭിമുഖ്യത്തിൽ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിച്ച് ചലച്ചിത്ര പ്രദർശനങ്ങൾ നടത്തി തലസ്ഥാന നഗരിയിലെത്തിയിട്ട് മലയാള സിനിമയുടെ പിതാവ് JC ഡാനിയലിന്റെ സ്മൃതി കുടീരത്തിൽ നിന്നും സ്മൃതിദീപ പ്രയാണം ആരംഭിക്കുകയും മലയാള സിനിമയിലെ അനശ്വര പ്രതിഭകൾക്കൊക്കെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് കേരളത്തിന്റെ സാംസ്കാരിക ഇടനാഴിയായിട്ടുള്ള മാനവീയം വീഥിയിൽ ആ ദീപ ശിഖ ഈ 8 നാളുകളിൽ ഫെസ്റ്റിവലിന്റെ 8 നാളുകളിൽ അങ്ങനെ ജ്വലിച്ചു നിൽക്കുകയാണ്. സിനിമ എന്ന് പറയുന്നത് ആദ്യകാലത്ത് ഒരു നിശ്ചല ചിത്രത്തിൽ നിന്ന് തുടങ്ങി പിന്നീട് ചലിക്കുന്ന ചില ചിത്രങ്ങളുടെ ആ ഒരു കൗതുക കാഴ്ചയിൽ നിന്നും ദീർഘമായ ചില സിനിമകളിലേക്കും നിശബ്ദ സിനിമകളിൽ നിന്ന് ശബ്ദ സിനിമയിലേക്കും ഇങ്ങനെ പരിണാമത്തിന്റെ ഒരുപാട് വഴികളിൽ പിന്നീടത് ബ്ലാക്ക് ആൻഡ് വൈറ്റും കളറും 16mm 35mm 70mm പിന്നെ സിനിമാസ്കോപ്പും ഇങ്ങനെ സാങ്കേതിക വിദ്യയുടെ ചിറകിലേറി സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോ ലോകം മാറുന്നതിനനുസരിച്ച് കാലം മാറുന്നതിനനുസരിച്ച് സിനിമയും മാറുകയാണ്. നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന സിനിമയല്ല ഭാവിയിലെ സിനിമ. ഇതിപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വിർച്വൽ റിയാലിറ്റിയുടെ എക്സ്റ്റൻഡഡ് റിയാലിറ്റി എന്ന് പറയുന്ന സംവിധാനങ്ങളുടെ ഒക്കെ ഇങ്ങനെ വലിയ സാങ്കേതിക വിദ്യകളുടെ വലിയ മുന്നേറ്റത്തിന്റെ ഒരു കാലത്ത് ഭാവിയിലെ സിനിമ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത തരത്തിൽ മാറുകയാണ്. ഈ വർത്തമാനകാല സിനിമയുടെ ലോക സിനിമയുടെ മുഖം ഇന്ന് മലയാളി പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്ന ഈ അന്താരാഷ്ട്ര ചലച്ചിത്രമേള ഇത് നമ്മൾ ലോകത്തെ അടുത്തറിയുകയാണ്. ഇത്തരം മേളകളുടെ പ്രസക്തി എന്ന് പറയുന്നത് നമ്മളെ അറിയാത്ത ഈ ഭൂമിയിൽ എവിടെയൊക്കെയോ ഉള്ള കുറെ മനുഷ്യരെ, അവരുടെ ജീവിതങ്ങളെ, അവരുടെ ജീവിത സംഘർഷങ്ങളെ ഒക്കെ, അവരുടെ ജീവിതത്തിൽ അവർ നേരിടുന്ന പ്രതിസന്ധികളെ, യുദ്ധങ്ങളും അധിനിവേശങ്ങളും ഒക്കെ വരുത്തിയ അവരുടെ ജീവിതത്തിലെ ആഘാതങ്ങളെ, ഇങ്ങനെ മനുഷ്യജീവിതത്തിന്റെ വ്യത്യസ്തമായ ഭാവങ്ങളും തലങ്ങളും ഒക്കെ അനാവരണം ചെയ്യുന്ന നിരവധിയായിട്ടുള്ള സിനിമകൾ ഈ മേളയിൽ അവതരിപ്പിക്കപ്പെടുന്നു. 68 രാജ്യങ്ങൾ, അവിടെ നിന്ന് 177 സിനിമകൾ ഈ മേളയിൽ പ്രദർശിപ്പിക്കപ്പെടുകയാണ്. മലയാള സിനിമയുടെ ഒരു മലയാള സിനിമ ടുഡേ പാക്കേജ് ഉണ്ട്. ഈ സിനിമയുടെ ഒരു സവിശേഷതയായിട്ട് നമുക്ക് പറയാവുന്നത് വർത്തമാനകാല മലയാള സിനിമയുടെയൊക്കെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ വർഷം ഈ മേള ലോകത്ത് സിനിമയിൽ വലിയ സംഭാവനകൾ നൽകി തങ്ങളെ തന്നെ അടയാളപ്പെടുത്തിയ വലിയ വനിതാ സംവിധായക പ്രതിഭകൾ, മറ്റു മേഖലകളിൽ സാങ്കേതികമായി രംഗത്ത് ഉള്ള പ്രതിഭകൾ, അങ്ങനെ ലോക സിനിമയിൽ സംഭാവന നൽകിയിട്ടുള്ള വലിയ വലിയ വനിതാ പ്രതിഭകളെ നമ്മൾ ഈ വേദിയിൽ ഇവിടെ നമ്മൾ ഓർക്കുന്നു, ആദരിക്കുന്നു, അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു. അങ്ങനെ ഇവിടെ ഇപ്പോ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടുന്ന നമ്മുടെ ആൻ ഹുയി, ഹോങ്കോങ്ങിലെ പ്രശസ്തയായിട്ടുള്ള ഫിലിം മേക്കറാണ്, നമ്മളോടൊപ്പം ഇവിടെയുണ്ട്. അതുപോലെ നമ്മുടെ ഇതിന്റെ ജൂറി ചെയർപേഴ്സൺ അത് ആഗ്നസ് ഗോഡാർഡ് എന്ന് പറയുന്ന പ്രശസ്ത ഫിലിം മേക്കറാണ്. അവർ സിനിമാറ്റോഗ്രാഫർ കൂടിയാണ്. ഒരു വനിത ലോക സിനിമയിൽ വിസ്മയങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സിനിമാറ്റോഗ്രാഫർ, അവരുടെ സാന്നിധ്യം ഈ വേദിയിലുണ്ട്. നമ്മൾ സമാപന വേദിയിൽ സ്പിരിറ്റ് ഓഫ് സിനിമ എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പുരസ്കാരം നൽകുന്നത് പായൽ കപാഡിയ, ഈ വർഷത്തെ കാൻ ഫെസ്റ്റിവലിൽ അടക്കം നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള പായൽ കപാഡിയെ നമ്മൾ ഈ വേദിയിൽ ആദരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സ്ത്രീകളുടെ വലിയ സാന്നിധ്യം അടയാളപ്പെടുത്തുന്ന ഒരു ഫിലിം ഫെസ്റ്റിവലായിട്ട് ഇത് മാറുകയാണ്. മലയാള സിനിമയിൽ ഒരു കാലഘട്ടത്തിൽ നിറഞ്ഞ് ഇങ്ങനെ ജ്വലിച്ചു നിന്നിരുന്ന കുറെ നമ്മുടെ മലയാളത്തിലെ അഭിനേത്രികളെ നമ്മൾ ഇവിടെ 15-ാം തീയതി ഇതേ വേദിയിൽ നമ്മൾ അവരെ ആദരിക്കുകയാണ്. അതെല്ലാം ഈ സ്ത്രീകളോടുള്ള, സ്ത്രീ പ്രതിഭകളോടുള്ള വലിയ ആദരവും ഐക്യദാർഢ്യവും പ്രകടിപ്പിക്കുന്ന ഒന്നായിട്ട് ഈ മേള മാറുകയാണ്. സിനിമ എന്ന് പറയുന്നത് കലയും സാങ്കേതിക വിദ്യയും സമന്വയിക്കുന്ന ഒന്നാണ്. സാങ്കേതിക വിദ്യയുടെ വലിയ മുന്നേറ്റത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. എത്രയൊക്കെ സാങ്കേതിക വിദ്യകളുടെയൊക്കെ അതിപ്രസരമുണ്ടെങ്കിലും ഒടുവിൽ സിനിമ എത്തിച്ചേരുന്നത് മനുഷ്യനിലേക്കാണ്. മനുഷ്യ കേന്ദ്രീകൃതമാവുകയാണ് ഇന്നിപ്പോൾ സിനിമയുടെ ആ ഒരു ലോക സിനിമയുടെ മുഖം പരിശോധിച്ചാൽ. മനുഷ്യന്റെ ജീവിത സംഘർഷങ്ങളിൽ, അവന്റെ മനസ്സിന്റെ സങ്കീർണമായ ഭാവങ്ങളിലൊക്കെ ക്യാമറ തിരിയുന്ന സിനിമ എന്ന് പറയുന്നത് ചലച്ചിത്രകാരൻ അത് ക്യാമറയിലൂടെ എഴുതുന്ന ചില രചനകളാണ്. സാഹിത്യകാരൻ തൂലിക കൊണ്ട് എഴുതുന്ന പോലെ അത്തരം ഒരുപാട് രചനകൾ, ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും തീവ്രമായ വികാരം മനുഷ്യന് സമ്മാനിക്കുന്ന ആ രീതിയിലേക്ക് സിനിമ മാറുന്നു. സിനിമയ്ക്ക് എല്ലാ മനുഷ്യരെയും ഒന്നിപ്പിക്കാനുള്ള ഒരു വലിയ ശക്തിയുണ്ട്. ഭിന്നിച്ചു നിൽക്കുന്ന സമൂഹത്തെ മുഴുവൻ ഒന്നിപ്പിക്കാൻ, ലോകത്തെ ഒന്നിപ്പിക്കാൻ അപാരമായ ശക്തിയുണ്ട് സിനിമയ്ക്ക്. കാരണം മനുഷ്യന്റെ അടിസ്ഥാനപരമായ ഭാവങ്ങൾ അത് ഏത് രാജ്യത്തായാലും ഒരുപോലെയാണ്. മനുഷ്യന്റെ പ്രണയമായാലും വിരഹമായാലും അവന്റെ പകയായാലും ദുഃഖമായാലും സന്തോഷമായാലും എല്ലാം
അവന്റെ നിരാശകളും സ്വപ്നങ്ങളും എല്ലാം ലോകത്തെവിടെയും എല്ലാ മനുഷ്യനും ഏതാണ്ട് സമാനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഏതു ഭാഷയിലും ഉണ്ടാകുന്ന ഒരു സിനിമ ആ ഭാഷയുടെയും ദേശത്തിന്റെയും ഒക്കെ അതിരുകൾ കടന്ന് ലോകത്തെവിടെയുമുള്ള ഏതു മനുഷ്യനുമായും സംവദിക്കാൻ ശക്തമാകുന്നത്. അതിന് കാരണം സിനിമയ്ക്കൊരു ഭാഷയുണ്ട്. ഞാൻ പറയുന്നത് സിനിമയിൽ കഥാപാത്രങ്ങൾ സംസാരിക്കുന്ന ഭാഷയെക്കുറിച്ചല്ല. സിനിമ സ്വയം മുന്നോട്ട് വയ്ക്കുന്ന അതിന്റെ രാഷ്ട്രീയമുണ്ട്, അതിന്റെ ഓരോ രാജ്യത്തെയും സംസ്കാരവും ഭാഷയും എല്ലാം അതിൽ അടയാളപ്പെടുന്നുണ്ട്. അങ്ങനെ അതിന്റെ ദൃശ്യങ്ങളിലൂടെ, ശ്രാവ്യ അംശങ്ങളിലൂടെ സിനിമ സ്വയം സംസാരിക്കുന്ന ഒരു ഭാഷയുണ്ട്. ആ ഭാഷ അത് വികാരങ്ങളുടെ ഭാഷയാണ്. അതൊരു യൂണിവേഴ്സൽ ലാംഗ്വേജ് ആണ്. അതിനെല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങളെ വല്ലാതെ കവരാൻ, ഹൃദയങ്ങളെ പരിവർത്തനപ്പെടുത്താൻ, അവന്റെ ആശയങ്ങളെയും ചിന്തകളെയും ഒക്കെ വല്ലാതെ രൂപപ്പെടുത്താൻ, ഒരു പുതിയ നവോത്ഥാനത്തിലേക്കൊക്കെ മനുഷ്യനെ നയിക്കാൻ ശക്തിയുണ്ട് സിനിമയ്ക്ക്. ഈ മേള ആ അർത്ഥത്തിൽ മനുഷ്യരെ കൂടുതൽ നല്ല മനുഷ്യരാക്കാൻ, കൂടുതൽ കാരുണ്യമുള്ള മനുഷ്യരാക്കാൻ സഹായിക്കുന്ന ഒരു മേളയാണ്. ഈ വേളയിൽ എല്ലാ ഈ വ്യക്തിത്വങ്ങളെയും ഹൃദയപൂർവ്വം ഞാൻ ഈ മേളയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മോടൊപ്പം നടന്നുപോയ, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാ മനുഷ്യരെയും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. പ്രത്യേകിച്ചും വയനാട് ദുരന്തത്തിൽ നമുക്ക് നഷ്ടമായ എത്രയോ മനുഷ്യർ, ഔദ്യോഗിക കണക്കുകൾക്കൊക്കെ അപ്പുറം നിൽക്കുന്ന എത്രയോ മനുഷ്യർ, ആ മനുഷ്യരെയൊക്കെ ഓർക്കുന്നു. ആ മനുഷ്യരോടുള്ള ഐക്യദാർഢ്യം ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുന്നു. എന്നിട്ടും ഇത്രയും വലിയൊരു മഹാദുരന്തമുണ്ടായിട്ടും, ഒരു വലിയ ദുരന്തമുണ്ടായിട്ടും നമുക്ക് അർഹിക്കുന്ന ആ സഹായം നൽകാതെ അത് നിഷേധിച്ചവർക്കെതിരെയുള്ള ഈ കേരളത്തിൽ ജീവിക്കുന്ന ഒരു സാധാരണ പൗരൻ, ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ കൂടിയുള്ള ഒരു കേരളീയൻ, മലയാളി എന്ന നിലയിൽ, അതിലൊക്കെ ഉപരി ഒരു കലാപ്രവർത്തകൻ എന്ന നിലയിലുള്ള എന്റെ ശക്തമായ പ്രതിഷേധം കൂടി ആ നീതി നിഷേധിച്ചവർക്കെതിരെ അതും കൂടി ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ മേളയിലേക്ക് വന്നിരിക്കുന്ന മുഴുവൻ പേരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇത് ഏറ്റവും ഹൃദ്യമായ, ഏറ്റവും തീവ്രമായ സിനിമ അനുഭവം നൽകുന്ന, ഏറ്റവും ഒരു നല്ല അവിസ്മരണീയമായ ഓർമ്മയായി നിങ്ങളുടെ മനസ്സുകളിൽ എന്നും അവശേഷിക്കുന്ന ഒരു മേളയായി മാറട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിച്ചുകൊണ്ട് എല്ലാ അഭിവാദ്യങ്ങളും ആശംസകളും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, Mr. Prem Kumar, for your warm words. ഇനി 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തിരി തെളിയുകയാണ് ഈ വേദിയിൽ. വിളക്ക് കൊളുത്തി മേളയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ സ്നേഹാദരത്തോടെ ക്ഷണിക്കുന്നു. We invite the Honorable Chief Minister of Kerala, Shri Pinarayi Vijayan, to light the lamp and officially inaugurate the 29th International Film Festival of Kerala on this stage. ഇരുപത്തിയൊൻപത് വർഷങ്ങൾ നീണ്ട കേരളത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ചടങ്ങ്, 29 വർഷത്തെ ചരിത്രവും ഓർമ്മകളുമാണ് ഇന്ന് ഈ തിരി തെളിയുമ്പോൾ നമുക്ക് കൂട്ടായുള്ളത്. The International Film Festival of Kerala 2024 is being inaugurated by the Honorable Chief Minister of Kerala, Shri Pinarayi Vijayan, in the presence of dignitaries on stage, including our chief guest, Ms. Shabana Azmi. വെല്ലുവിളികളുടെ ഇടയിലും ഈ മേള ഏറ്റവും ഭംഗിയായി സംഘടിപ്പിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്യമം, അതിന്റെ ആദ്യത്തെ പടി ഏറ്റവും മനോഹരമായി ഈ വേദിയിൽ നടക്കുകയാണ്. ഉദ്ഘാടന പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സഹോദരീ സഹോദരന്മാരെ, 29ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് തുടക്കമാവുകയാണ്. 3 പതിറ്റാണ്ടോളം നീണ്ട ചരിത്രമുള്ള ഈ മേളയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ. ചരിത്രം കൊണ്ടും വലുപ്പം കൊണ്ടും നമ്മുടേതിനേക്കാൾ മികവുറ്റ നിരവധി മേളകൾ
ലോകത്തുണ്ട്. ആരംഭിച്ച കാലം മുതൽക്ക് ഇങ്ങോട്ട് നോക്കിയാൽ അവയിൽ പലതും പലവിധ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. പുരോഗമനോന്മുഖമായി മാറിയവയുണ്ട്, പ്രതിലോമകരമായ മാറ്റങ്ങൾക്ക് വിധേയമായവുമുണ്ട്. കേരളത്തിലെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയെക്കുറിച്ച് പരിശോധന നടത്തിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വസ്തുതയുണ്ട്. രാഷ്ട്രീയ ഉള്ളടക്കത്തിൻ്റെ കാര്യത്തിലായാലും ഉൾക്കാമ്പിൻ്റെ കാര്യത്തിലായാലും ഈ മേള ബഹുദൂരം മുന്നോട്ട് പോയിരിക്കുന്നു എന്നതാണ്. ഇന്ന് ലോകത്തെ തന്നെ ഏറ്റവും മികച്ച രാഷ്ട്രീയ ഉള്ളടക്കമുള്ള മേളയായി IFFK അറിയപ്പെടുന്നുവെന്നത് ഏറെ സന്തോഷകരവും അഭിമാനകരവുമാണ്. സിനിമാ പ്രദർശനം മാത്രമല്ല ഈ മേളയിൽ നടക്കുന്നത്. ഇവിടെ നടക്കുന്ന ചർച്ചകൾ, അഭിപ്രായ പ്രകടനങ്ങൾ ഇവയൊക്കെ പുരോഗമന സ്വഭാവമുള്ളവയാണ്. ചലച്ചിത്രമേള എന്നതിനപ്പുറം യുവതി യുവാക്കൾക്ക് കലാസാംസ്കാരിക ഫാഷൻ രംഗങ്ങളിൽ ഈ പുതുകാലത്ത് ഉയർന്നു വരുന്ന ട്രെൻഡുകളെ പരിചയപ്പെടാനും പരിചയപ്പെടുത്താനുമുള്ള വേദി കൂടിയായി ഈ ചലച്ചിത്രോത്സവം മാറുന്നുണ്ട്. എല്ലാവിധ ഭേദചിന്തകൾക്കും അതീതമായി യുവാക്കളുടെ കൂട്ടായ്മകൾ ഈ ഉത്സവത്തിൽ രൂപപ്പെടുന്നുവെന്നത് ഏറെ സന്തോഷം പകരുന്ന കാര്യമാണ്. മനുഷ്യവംശത്തിൻ്റെ ചരിത്രത്തിൽ സൃഷ്ടിക്കപ്പെട്ട കലാരൂപങ്ങൾ എടുത്തു നോക്കൂ. അവയിൽ ഇന്ന് നിലനിൽക്കുന്ന കലാരൂപങ്ങളിൽ ഏറ്റവും ജനകീയമായത് ഏത് എന്ന് ചോദിച്ചാൽ തീർച്ചയായും സിനിമ എന്ന് തന്നെയാണ് ഉത്തരം. ലൂമിയർ സഹോദരന്മാരിൽ തുടങ്ങിയ സിനിമയുടെ ചരിത്രം ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സ്വാധീനത്തിൽ എത്തി നിൽക്കുന്നു. സാങ്കേതിക രംഗത്തെ വികാസം ഇത്രയേറെ ചടുലമായ മാറ്റങ്ങൾ വരുത്തുന്ന മറ്റൊരു കലാരംഗവും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ നേർ പ്രതിഫലനമാണ് പലപ്പോഴും സിനിമയിലുണ്ടാകുന്നത് എന്ന് പറയേണ്ടി വരും. ആ പ്രാധാന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് സാമൂഹ്യാവസ്ഥകളെ പ്രതിഫലിപ്പിക്കാനുള്ള ഉപാധിയായി ഈ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയും മാറിത്തീരുന്നുണ്ട്. ഈ ചലച്ചിത്രമേളയിലെ കൺട്രി ഫോക്കസ് വിഭാഗം പരിശോധിച്ചാൽ തന്നെ അത് മനസ്സിലാകും. കഴിഞ്ഞ ചലച്ചിത്രമേളയിൽ നമ്മൾ പാലസ്തീൻ ഐക്യദാർഢ്യ ചലച്ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിരുന്നു. അന്ന് ആ രാജ്യത്ത് നിലനിന്നിരുന്ന അവസ്ഥ കൂടുതൽ മോശമാകുന്ന നിലയാണ് ഇപ്പോഴുള്ളത്. ഇത്തവണത്തെ കൺട്രി ഫോക്കസ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു നൂറ്റാണ്ട് പാരമ്പര്യമുള്ള അർമേനിയൻ സിനിമാ വിഭാഗത്തിൽ നിന്നുള്ള ചലച്ചിത്രങ്ങളെയാണ്. ആഭ്യന്തര യുദ്ധവും വംശഹത്യയും കുടിയിറക്കലും എല്ലാം ഈ സിനിമയുടെ പ്രമേയമായി തീരുന്നുണ്ട്. ഇത്തരത്തിൽ അടിച്ചമർത്തപ്പെടുന്നവരുടെയും പീഡിപ്പിക്കപ്പെടുന്നവരുടെയും ഒപ്പം നിന്ന് അവരുടെ ജീവിതാവസ്ഥകൾ ലോകത്തിനു മുന്നിലേക്ക് എത്തിക്കാനാണ് ഈ ചലച്ചിത്രമേളയിലൂടെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മൂന്നാം ലോക സിനിമയ്ക്ക് പ്രത്യേക പ്രാധാന്യം നൽകുന്ന മേളയാണിത്. മൂന്നാം ലോക സിനിമകളുടെ ശക്തനായ വക്താവായിരുന്ന
ഗ്ലോബർ റോഷയുടെ ചിത്രങ്ങൾ ഈ മേളയിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. ബ്രസീലിലെ സൈനിക സ്വച്ഛാധിപത്യത്തിൻ്റെ കഥ പറയുന്ന ഐ ആം സ്റ്റിൽ ഹിയർ ആണ് ഈ മേളയുടെ ഉദ്ഘാടന ചിത്രം. വിഖ്യാത ഹോങ്കോങ് സംവിധായകയും തിരക്കഥാകൃത്തും നിർമ്മാതാവും നടിയുമായ ആൻ ഹുയിക്കാണ് ഇത്തവണത്തെ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് സമർപ്പിക്കപ്പെടുന്നത്. ഹോങ്കോങ് സിനിമയെ അടിമുടി മാറ്റിപ്പണിത നവതരംഗ സിനിമാ പ്രസ്ഥാനത്തിൻ്റെ മുൻനിരക്കാരിയായാണ് ആൻ ഹുയി അറിയപ്പെടുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ നിരവധി അംഗീകാരങ്ങൾ ഇതിനകം ഈ ചലച്ചിത്രകാരിക്ക് ലഭിച്ചിട്ടുണ്ട്. 2020 നടന്ന വെനീസ് ചലച്ചിത്രമേളയിലെ ഗോൾഡൻ ലയൺ പുരസ്കാരവും ബെർലിൻ, ബുസാൻ, ന്യൂയോർക്ക് ചലച്ചിത്രമേളകളിലെ പുരസ്കാരങ്ങളും മറ്റ് നിരവധി അന്താരാഷ്ട്ര പുരസ്കാരങ്ങളും ആൻ ഹുയിക്ക് ലഭിച്ചിട്ടുണ്ട്. ആൻ ഹുയിയെ ഈ മേളയിൽ ആദരിക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ ഈ മേളയാണ് ആദരിക്കപ്പെടുന്നത്. ഈ ഉദ്ഘാടന ചടങ്ങിൽ വിശിഷ്ട അതിഥിയായി എത്തിയിരിക്കുന്നത് വിഖ്യാത നടി ശ്രീമതി ശബാന ആസ്മിയാണ്. അഭിനയ രംഗത്ത് അരനൂറ്റാണ്ട് പൂർത്തിയാക്കിയ ശബാന ആസ്മിയുടെ ചലച്ചിത്ര ജീവിതത്തോടുള്ള ആദരവായി 5 സിനിമകൾ ഈ മേളയിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഇന്ത്യൻ നവതരംഗ സിനിമയുടെ തുടക്കകാലത്ത് ചലച്ചിത്ര രംഗത്ത് ചുവടുറപ്പിക്കുകയും തുടർന്നുള്ള ദശകങ്ങളിൽ ഇന്ത്യൻ സിനിമയിലെ ശക്തമായ സ്ത്രീ സാന്നിധ്യമായി മാറുകയും ചെയ്ത ശബാന ആസ്മി 160-ൽ പരം സിനിമകളിൽ വേഷമിട്ടിട്ടുണ്ട്. വിഖ്യാത സംവിധായകൻ ശ്യാം ബെനഗലിൻ്റെ അങ്കൂർ എന്ന ചിത്രത്തിലൂടെ 1974-ൽ ചലച്ചിത്ര രംഗത്ത് പ്രവേശിച്ച ശബാന ആസ്മിയെ തേടി നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ എത്തിയിട്ടുണ്ട്. സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ പ്രശ്നങ്ങളോട് വളരെ ശക്തമായി പ്രതികരിക്കുന്ന വ്യക്തി കൂടിയാണ് ശബാന ആസ്മി. അവർ കേവലമൊരു ആർട്ടിസ്റ്റ് മാത്രമല്ല, ആക്ടിവിസ്റ്റ് കൂടിയാണ്. മതനിരപേക്ഷതയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിൽ വളരെ വലിയ സംഭാവനകളാണ് അവർ നൽകിപ്പോരുന്നത്. ഈ വിധത്തിൽ ഇന്ത്യൻ സിനിമയെയും ഇന്ത്യയുടെ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളെയും സമ്പന്നമാക്കിയ ഈ മഹാനടിയെ ഈ വേദിയിൽ ആദരിക്കുന്നതിൽ അഭിമാനമുണ്ട്. ഈ വർഷവും സ്പിരിറ്റ് ഓഫ് സിനിമ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ശ്രീമതി പായൽ കപാടിയക്കാണ്. അവർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഓൾ വി ഇമാജിൻ എസ് ലൈറ്റ് കാൻ ചലച്ചിത്രമേളയിൽ പുരസ്കാരങ്ങൾ നേടുകയുണ്ടായി. ഇപ്പോൾ ഗോൾഡൻ ഗ്ലോബ് നോമിനേഷനും ആ സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിനാകെ അഭിമാനിക്കാൻ കഴിയുന്ന നേട്ടമാണിത്. ആ ചലച്ചിത്രത്തിൻ്റെ ഭാഗമായി തീർന്ന നിരവധി മലയാളികളുണ്ട് എന്നത് ഓരോ കേരളീയനും അഭിമാനിക്കാൻ വക നൽകുന്നുണ്ട്. സിനിമകൾ മാത്രമല്ല, അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയ ഡോക്യുമെന്ററികളും പായൽ കപാടിയുടേതായി പുറത്തു വന്നിട്ടുണ്ട്. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന വിദ്യാർത്ഥി സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് അവർ ചിത്രീകരിച്ച ഡോക്യുമെന്ററി ആഗോള ശ്രദ്ധ നേടിയിരുന്നു. സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം വിജയിച്ച പായൽ കപാടിയെ അഭിനന്ദിക്കാൻ കൂടി ഈ അവസരം വിനിയോഗിക്കട്ടെ. ഇന്നിവിടെ ആദരിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളെല്ലാം സ്ത്രീകളാണ് എന്നത് സിനിമാ രംഗത്ത് ഏറ്റവും വലിയ തോതിൽ ആദരിക്കപ്പെടുന്ന സ്ത്രീകൾ, അവരെ പ്രത്യേകമായി നാം ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കാം.
നമുക്ക് ഏറ്റവും സന്തോഷം പകരുന്ന കാര്യമാണ്. സ്ത്രീകൾ കൂടുതലായി കടന്നു വരുന്നതിൻ്റെയും കലാമൂല്യമുള്ള ചലച്ചിത്രങ്ങൾ സൃഷ്ടിക്കുന്നതിൻ്റെയും ദൃഷ്ടാന്തമായാണ് ഇതിനെ കാണേണ്ടത്. ഇത്തരത്തിലുള്ള ഇടപെടലുകളെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മുടെ സംസ്ഥാനം നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. സർക്കാരും ആ ശ്രമം നടത്തുന്നുണ്ട്. വനിതാ സംവിധായകർക്ക് ചലച്ചിത്രം നിർമ്മിക്കാൻ ധനസഹായമടക്കം ലഭ്യമാക്കുന്നുണ്ട് എന്ന കാര്യം സിനിമാ പ്രവർത്തകർക്കെല്ലാം അറിയാവുന്ന വസ്തുതയാണ്. ഈ രംഗത്തേക്ക് കടന്നുവരുന്ന കലാകാരികൾക്ക് അന്തസ്സോടെ അവരുടെ പ്രതിഭ തെളിയിക്കാനുള്ള അന്തരീക്ഷം ഉറപ്പാക്കുമെന്നുകൂടി ഈ ഘട്ടത്തിൽ അറിയിക്കട്ടെ. സിനിമാ ആസ്വാദകരുടെയും സിനിമാ രംഗത്തേക്ക് എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നവരുടെയും സിനിമാ പ്രവർത്തകരുടെയും സംഗമവേദി കൂടിയാണ് ഈ മേള. പുതിയ കാലഘട്ടത്തിൽ സിനിമാ രംഗത്തേക്ക് കോർപ്പറേറ്റുകൾ കടന്നു വരുന്നുണ്ട്. ഒരു വ്യവസായം എന്ന നിലയിൽ അത് സ്വാഭാവികമാണ്. പക്ഷേ അതിനുമപ്പുറം കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്കനുസൃതമായ പ്ലാറ്റ്ഫോമുകൾ സൃഷ്ടിക്കപ്പെടുന്നു. അവർക്ക് അനുയോജ്യമായ രീതിയിൽ സിനിമകൾ സൃഷ്ടിക്കപ്പെടാൻ സമ്മർദ്ദമുണ്ടാകുന്നു. ഈ കാര്യങ്ങൾ നാം ഗൗരവത്തോടെ കാണേണ്ടതാണ്. വൈവിധ്യമാർന്ന വിഷയങ്ങളെ കൈകാര്യം ചെയ്തുകൊണ്ടാണ് ഇക്കാലയളവിൽ ലോകത്താകമാനം സിനിമാരംഗം വളർച്ചയും മുന്നേറ്റവും കൈവരിച്ചത്. ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ട ചിത്രങ്ങൾ മാത്രം സൃഷ്ടിക്കുകയോ ചില പ്രത്യേക കാഴ്ചപ്പാടുകൾ മാത്രം അവതരിപ്പിക്കുകയോ ചെയ്താൽ അത് സിനിമാ രംഗത്തിൻ്റെ ശോഷണത്തിന് മാത്രമേ വഴിവെക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വിവിധങ്ങളായ വിഷയങ്ങളെയും സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെയും കൂടി പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന കലാമൂല്യമുള്ള സിനിമകൾ സൃഷ്ടിക്കാനും സ്വീകരിക്കാനും സിനിമാ മേഖലയിലുള്ള എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് കൂടിയാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഏവർക്കും മികച്ച ദൃശ്യാനുഭവം ആശംസിച്ചുകൊണ്ട് 29ാമത് കേരള ചലച്ചിത്രമേളയുടെ ഉദ്ഘാടനം നിറഞ്ഞ സന്തോഷത്തോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം. Thank you, Honorable Chief Minister, for shining light on the context, relevance and content of our film festival. അടുത്തതായി ലൈഫ് അച്ചീവ്മെന്റ് അവാർഡിന്റെ സമർപ്പണമാണ്. Lifetime Achievement Award at the IFFK was introduced in 2009, and so far this prestigious award has been conferred upon legendary filmmakers such as Mrinal Sen, Werner Herzog, Carlos Saura, Bartolo Bellaccio, Dariush Merji and Majid Majidi, Jiri Menzel, Alexander Sukarov. The illustrious list goes on. Joining this illustrious list today is an iconic figure from Hong Kong, Anne Hui. 10 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന ഈ പുരസ്കാരം ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സമ്മാനിക്കുന്നത് ഹോങ്കോങ് സംവിധായികയും തിരക്കഥാകൃത്തും നിർമ്മാതാവും നടിയുമായ ആൻ ഹൂയ്ക്കാണ്. I invite the Honorable Chief Minister, Shri Pinarayi Vijayan, to present the Lifetime Achievement Award and Ms. Anne Hui to kindly come forward and accept it. She is one of Asia's foremost women directors, a key figure in the Hong Kong New Wave movement. She received the Golden Lion for Lifetime Achievement at the 77th Venice Film Festival in 2020. Her accolades also include the Berlinale Camera Award at the 47th Berlin International Film Festival in 1997 and the Asian Filmmaker of the Year Award at the 19th Busan International Film Festival in 2014. She has many numerous prestigious international recognitions to her name, and as our Honorable Chief Minister mentioned, it is our festival that's being honored today with her award. And now I request Ms. Anne Hui to deliver the acceptance speech. ഇരുപത്തിയൊൻപതാമത് IFFKയിലെ മുഖ്യാതിഥി ശ്രീമതി ശബാന ആസ്മിയെ ആദരിക്കുന്ന ചടങ്ങാണ് ഇനി. 50 അഭിനയ വർഷങ്ങൾ ഇന്ത്യൻ സിനിമയിൽ പൂർത്തിയാക്കിയ മഹാനടി, a true icon of Indian cinema, whose illustrious career spans over 5 decades. The IFFK is honoring Ms. Shabana Azmi on completing 50 years in acting, and her contribution to Indian Tamil cinema and theatre has been unique. It
It's a proud moment for IFFK, the team and the delegates and everyone present here, as we are in turn getting honored by the presence of these stalwart women on stage. We now request Ms. Anne Hui to deliver her acceptance speech. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അടുത്തൊരു പരിപാടിയിൽ പങ്കെടുക്കാനായി പോകേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അധ്യക്ഷ പ്രസംഗം പിന്നീടത്തേക്ക് വെച്ചത്. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയെ അധ്യക്ഷ പ്രസംഗത്തിനായി സാദരം ക്ഷണിക്കുന്നു. 29ാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള ഉദ്ഘാടനം ചെയ്ത കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവറുകൾ, ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന മിസ് ആൻ ഹുയി, ഈ ചടങ്ങിൻ്റെ മുഖ്യ അതിഥിയായ ശ്രീമതി ഷബാന ആസ്മി, കേരളത്തിൻ്റെ പ്രിയപ്പെട്ട വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി, ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ ജി ആർ അനിൽ, വി കെ പ്രസാദ് MLA, ഫെസ്റ്റിവൽ ക്യൂറേറ്റർ ശ്രീമതി ഗോൾഡ സെല്ലം, ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ശ്രീ പ്രേംകുമാർ, ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായ ശ്രീ ഷാജിയൻ കരുൺ സാർ, പ്രിയപ്പെട്ട ഡോക്ടർ ദിവ്യ എസ് അയ്യർ IAS, എത്തിച്ചേർന്ന മുൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി പ്രിയങ്കനായ ശ്രീ MA ബേബി, എത്തിച്ചേർന്ന മുൻ സ്പീക്കർ ശ്രീ M വിജയകുമാർ, കേരള നിയമസഭാംഗം ശ്രീ PC വിഷ്ണുനാഥ്, സാംസ്കാരിക സ്ഥാപനങ്ങളുടെ മറ്റ് പ്രമുഖ വ്യക്തികൾ, വേദിയിലും സദസ്സിലുമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മുൻകാലങ്ങളെക്കാൾ കൂടുതൽ വിപുലമായ തരത്തിലാണ് ഈ വർഷത്തെ 29ാമത് IFFK ഫെസ്റ്റിവൽ ഞങ്ങൾ സംഘടിപ്പിച്ചത്. പ്രേക്ഷക പങ്കാളിത്തം കൊണ്ടും പ്രദർശിപ്പിക്കുന്ന സിനിമകളുടെ നിലവാരം കൊണ്ടും ലോക ശ്രദ്ധ ആകർഷിച്ച കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ 29ാം പതിപ്പിനാണ് ഇവിടെ തിരശ്ശീല കൊണ്ടിരിക്കുന്നത്. IFFK സംബന്ധിച്ചിടത്തോളം പ്രേക്ഷക പ്രതീക്ഷകൾ തെറ്റാതെ മികച്ച ഒരു പാക്കേജ് ഒരുക്കാൻ സാംസ്കാരിക വകുപ്പിനും ചലച്ചിത്ര അക്കാദമിക്കും കഴിഞ്ഞിട്ടുണ്ട്. 68 രാജ്യങ്ങളിൽ നിന്നായി 177 സിനിമകളിലൂടെ വൈവിധ്യപൂർണമായ ദൃശ്യാനുഭവമായിരിക്കും ഈ മേള സമ്മാനിക്കാൻ പോകുന്നത്. അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ 14 സിനിമകളും മലയാള സിനിമ ടുഡേ വിഭാഗത്തിൽ 12 ചിത്രങ്ങളും ഇന്ത്യൻ സിനിമ നൗ വിഭാഗത്തിൽ 7 സിനിമകളും പ്രദർശിപ്പിക്കും. ലോക സിനിമാ വിഭാഗത്തിൽ 63 സിനിമകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുൻദിന മേളകളിൽ പ്രേക്ഷക പ്രീതി നേടിയ 13 ചിത്രങ്ങളടങ്ങിയ ഫെസ്റ്റിവൽ ഫേവറേറ്റ്സ് മറ്റൊരു ആകർഷണമാണ്. ചലച്ചിത്രകലയിൽ ശതാബ്ദിയിലെത്തിയ അർമീനിയയിൽ നിന്നുള്ള 7 ചിത്രങ്ങൾ
കൺട്രി ഫോക്കസ് വിഭാഗത്തിൽ പ്രദർശിപ്പിക്കും. സിനിമയിലെ സ്ത്രീ പ്രാതിനിധ്യത്തിന് വളരെയേറെ പ്രാമുഖ്യം നൽകിയ ഒരു മേളയാണിത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ കാര്യം ഇവിടെ ആമുഖമായി സൂചിപ്പിച്ചു. ഈ ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നൽകി ആദരിച്ചത് ഏഷ്യയിലെ വനിതാ സംവിധായകർ പ്രമുഖയായ ആൻ ഹുയിയാണ്. ഇന്ത്യൻ സംവിധായിക പായൽ കമ്പാടിയയ്ക്കാണ് ഈ ഫെസ്റ്റിവലിന്റെ സമാപന ചടങ്ങിൽ സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് നൽകുന്നത്. ലോകത്തെ വനിതാ ഛായാഗ്രഹകർ പ്രമുഖയായ ഫ്രഞ്ച് സിനിമാറ്റോഗ്രാഫർ ആനിയസ് ആണ് ഈ തവണ ജൂറി ചെയർപേഴ്സൺ. ഇന്നത്തെ ഈ ചടങ്ങിലെ മുഖ്യാതിഥി നമ്മുടെ സിനിമ ലോകത്ത് 50 വർഷം പൂർത്തിയാക്കിയ ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായ ശബാന ആസ്മിയാണ്. 7 വനിതാ സംവിധായകരുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ ഫീമെയിൽ ഗേസ് എന്ന പാക്കേജ് ഇത്തവണത്തെ മേളയുടെ പ്രത്യേകതയാണ്. മലയാള സിനിമാ വിഭാഗത്തിൽ 4 വനിതാ സംവിധായകരുടെ സാന്നിധ്യമുണ്ടെന്ന വസ്തുത ആശാവഹമാണ്. ക്യാമറയ്ക്ക് പിന്നിലും സാങ്കേതിക വിഭാഗത്തിലും സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിച്ചു വരുന്നുവെന്നും അത് തങ്ങളുടേതായ ഇടം മലയാള സിനിമയിൽ അടയാളപ്പെടുത്തുന്നുവെന്നും അടിവരയിട്ട് പറയുന്നതായി ഇന്ദുലക്ഷ്മിയുടെയും ശോഭന പടിഞ്ഞാറ്റിന്റെയും ശിവരഞ്ജനിയുടെയും ആദിത്യ ബേബിയുടെയും സിനിമകൾ കാണാം. മലയാള സിനിമയുടെ ശൈശവദശ മുതൽ 80കളുടെ തുടക്കം വരെ തിരശ്ശീലയിൽ തിളങ്ങിയ മുതിർന്ന നടിമാരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് 15-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക് ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഈ ഫെസ്റ്റിവലിന്റെ ഭാഗമായി ആദ്യമായി നടത്തപ്പെടുന്നു എന്നതും ഒരു അഭിമാനകരമായ നേട്ടമായിട്ട് ഞാൻ കാണുകയാണ്. KR വിജയ മുതൽ ജലജയും മേനകയും മല്ലികാ സുകുമാരനും ഉൾപ്പെടെ വിധുബാല ഉൾപ്പെടെ അണിനിരക്കുന്ന വലിയൊരു ചടങ്ങ് ആദ്യമായി IFFKയുടെ ഭാഗമായി ഈ വർഷം നമ്മൾ 15-ാം തീയതി ഇവിടെ സംഘടിപ്പിക്കുകയാണ്. ഞാനിത് പറയാൻ കാരണം ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി സ്ത്രീ സംരക്ഷണം ലക്ഷ്യമാക്കി ചലച്ചിത്ര രംഗത്തും മറ്റ് മേഖലകളിലും പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ച് പഠിക്കാൻ കഴിഞ്ഞ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ചുമതലപ്പെടുത്തിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുകയുണ്ടായ ഒരു സാഹചര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ സ്ത്രീ സുരക്ഷയ്ക്ക് ഇന്ത്യയിൽ ആദ്യമായി ഒരു ഗവൺമെന്റ് ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ മുൻകൈയെടുത്തത് കേരളത്തിലെ ഗവൺമെന്റാണെന്ന് അഭിമാനത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഒരു ഗവൺമെന്റിന്റെ കാലത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് അത് പാതുവഴിയിൽ ഉപേക്ഷിക്കുന്നില്ല എന്ന് മാത്രമല്ല, ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള നിയമനിർമ്മാണം ഉൾപ്പെടെയുള്ള എല്ലാ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. അതിന്റെ ഭാഗമായി സ്ത്രീ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ വേണ്ടി കൂടിയുള്ള ഒരു ശ്രമം ഈ വർഷത്തെ ഫെസ്റ്റിവലിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി എന്ന കാര്യം സന്തോഷത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരള സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പ് അതുപോലെ തന്നെ സിനിമ സാങ്കേതിക രംഗത്ത് സ്ത്രീ സാന്നിധ്യം വർദ്ധിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിരവധി പദ്ധതികളാണ് ഈ കഴിഞ്ഞ 2 വർഷങ്ങളായി നമ്മൾ നടപ്പാക്കി വരുന്നത്. മലയാള സിനിമയിലെ സാങ്കേതിക രംഗത്ത് സ്ത്രീ സാന്നിധ്യം വളരെ കുറവായിരുന്നു. അത് വർദ്ധിപ്പിക്കണമെന്ന ലക്ഷ്യം മുൻനിർത്തി ചലച്ചിത്ര അക്കാദമിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു തൊഴിൽ പരിശീലന പദ്ധതി, അതിന്റെ ഭാഗമായിട്ടുള്ള ഓറിയന്റേഷൻ ക്യാമ്പ് ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ നമ്മൾ നടത്തുകയുണ്ടായി. അതിന്റെ തുടർ പ്രവർത്തനങ്ങളും നമ്മൾ സാങ്കേതിക രംഗത്ത് സ്ത്രീ സാന്നിധ്യം ഉറപ്പുവരുത്താൻ വേണ്ടി തുടർ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുവാൻ ഉദ്ദേശിക്കുന്നു എന്ന കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. പ്രൊഡക്ഷൻ മാനേജ്മെന്റ്, ലൈറ്റിംഗ്, ആർട്ട് ആൻഡ് ഡിസൈൻ, കോസ്റ്റ്യൂം, മേക്കപ്പ്, പോസ്റ്റ് പ്രൊഡക്ഷൻ സൂപ്പർവിഷൻ, മാർക്കറ്റിംഗ് ആൻഡ് പബ്ലിസിറ്റി എന്ന മേഖലകളാണ് പരിശീലനം നൽകുന്നത്. പരിശീലനത്തിന് ശേഷം പ്രൊഫഷണൽ ഫിലിം പ്രൊഡക്ഷൻ കമ്പനികളിൽ വനിതകൾക്ക് തൊഴിലവസരത്തിന് വഴിയൊരുക്കും. ഇത്തരം സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് സ്ത്രീ പ്രാതിനിധ്യത്തിന് പ്രാമുഖ്യം നൽകുന്ന ഈ മേളയുടെ മറ്റൊരു പ്രത്യേകത. ഈ മേള മാർക്കറ്റിംഗ് രംഗത്ത് ഒരു വലിയ ഇടപെടൽ ഞങ്ങൾ നടത്തിയിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിനും രാജ്യത്തിന് പുറത്തുമുള്ള സിനിമാ രംഗത്തെ സാങ്കേതിക മേഖലയെക്കുറിച്ച്
മനസ്സിലാക്കാനും പഠിക്കാനും നമ്മുടെ സിനിമകൾ ലോക തലത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഈ വർഷം, കഴിഞ്ഞ വർഷം ആരംഭിച്ചു. ഈ വർഷം നമ്മുടെ അക്കാദമിയും അതുപോലെ തന്നെ KSFDCയുടെയും നേതൃത്വത്തിൽ വളരെ ഭംഗിയായി ഞങ്ങൾ സംഘടിപ്പിക്കുന്നു എന്ന ഒരു പ്രത്യേകതയും ഈ മേളയുടെ ഭാഗമായി ഉണ്ട് എന്ന കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മേളയുടെ ഭാഗമായി നിരവധി പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. മൺമറഞ്ഞുപോയ ചലച്ചിത്ര പ്രതിഭകൾക്ക് സ്മരണാഞ്ജലി അർപ്പിക്കുന്ന ചടങ്ങ് അത് നാളെ വൈകിട്ട് 6 മണിക്ക് നിള തിയേറ്ററിൽ നടക്കുകയാണ്. നമ്മളെ വിട്ടുപിരിഞ്ഞ കുമാർ ഷഹാരി, മോഹൻ, ഹരികുമാർ, കവിയൂർ പിന്നമ്മ, ചെലവൂർ വേണു, നെയ്യാറ്റിൻകര കോമളം തുടങ്ങിയവർക്ക് മേള സ്മരണാഞ്ജലി അർപ്പിക്കും. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ശ്രദ്ധാഞ്ജലി പരമ്പരയിൽ ഉൾപ്പെടുത്തി പ്രസിദ്ധീകരിച്ച 6 പുസ്തകങ്ങൾ ഈ മേളയുടെ ഭാഗമായി ഞങ്ങൾ പ്രകാശനം ചെയ്യുന്നുണ്ട്. 50 ലോക ചലച്ചിത്ര ആചാര്യർക്ക് ആദരവർപ്പിക്കുന്ന ഡിജിറ്റൽ ആർട്ട് എക്സിബിഷനും ഈ മേളയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. സിനിമ ആർക്കൈവ് ഡിജിറ്റൽ ആർട്ട് ആൻഡ് ട്രിബ്യൂട്ട് എന്ന എക്സിബിഷൻ സംവിധായകൻ TK രാജീവ് കുമാറാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അഗീര ക്രോസോവ, അലൻ റെനെ, ആൽഫ്രഡ് ഹിച്ച്കോക്ക്, തർക്കോവിസ്കി, അടൂർ ഗോപാലകൃഷ്ണൻ, അരവിന്ദൻ, ആഗ്നസ് മാർത്ത മെസറോസ്, മീര നായർ തുടങ്ങി 50 ചലച്ചിത്ര പ്രതിഭകൾ അണിനിരക്കുന്ന ഈ പ്രദർശനം ഡിജിറ്റൽ ചിത്രകലയും ചലച്ചിത്രകലയും സമന്വയിക്കുന്ന അപൂർവ ദൃശ്യവിരുന്നാവും. ഓപ്പൺ ഫോറം, ഇൻ കോൺവെർസേഷൻ, മീറ്റ് ദ ഡയറക്ടർ, അരവിന്ദൻ സ്മാരക പ്രഭാഷണം, പാനൽ ഡിസ്കഷൻ തുടങ്ങിയ അനുബന്ധ പരിപാടികളും മേളയെ സജീവമാക്കും. ഈ വർഷം ആദ്യമായി അനശ്വര ചലച്ചിത്ര പ്രതിഭകളായ JC ദാനിയേൽ, PK റോസി, സത്യൻ, പ്രേം നസീർ, നെയ്യാറ്റിൻകര കോമളം എന്നിവരുടെ സ്മൃതി മണ്ഡപങ്ങളിൽ നിന്ന് നമ്മൾ സ്മൃതി ദീപപ്രയാണം ഇന്നലെ നമ്മൾ നടത്തുകയുണ്ടായി. മലയാള സിനിമയിലെ ഒരു കാലഘട്ടത്തിൽ സിനിമയെ അനശ്വരമാക്കിയ ഈ പ്രതിഭകൾ അവരുടെ സ്മരണകൾ ഉറങ്ങുന്ന മേരിലാൻഡ് സ്റ്റുഡിയോയിലും ആദരം അർപ്പിച്ചിട്ടാണ് സ്മൃതി ദിന പ്രയാണം ഇന്നലെ വൈകിട്ട് ചലച്ചിത്രോത്സവ നഗരിയിലെത്തി ഇവിടെ ആ തിരി കൊളുത്തിക്കൊണ്ട് ഈ 29ാമത് ഫിലിം ഫെസ്റ്റിവലിന് തുടക്കം കുറിച്ചത്. അത് വ്യത്യസ്തമായ ഒരു പുതിയ ഒരു തയ്യാറെടുപ്പിന്റെ ഭാഗമായി ഞങ്ങൾ ഈ വർഷത്തെ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് സ്വീകരിച്ച നിലപാടാണ്. മലയാള സിനിമയിലെ ഒരു കാലഘട്ടത്തെ ദീപ്തമാക്കിയ പ്രതിഭയുടെ ഓർമ്മകൾ ഇനിയും വരുന്ന 7 ദിവസവും മാനവം വീതിയിലെ P. ഭാസ്കരൻ പ്രതിമയ്ക്ക് മുന്നിൽ ജ്വലിച്ചു നിൽക്കും. എല്ലാ ദിവസവും സാംസ്കാരിക വകുപ്പിന്റെ വിവിധ സ്ഥാപനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള സാംസ്കാരിക കലാപരിപാടികൾ എല്ലാ ദിവസവും ഇതിന്റെ ഭാഗമായി ഈ വർഷം പുതിയതായി നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ മായാത്ത കേരളത്തിലെ ഫിലിം ഫെസ്റ്റിവലിന്റെ ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെടുന്ന ഒരുപക്ഷെ എന്നും എല്ലാവരും ഓർക്കാൻ പോകുന്ന ഒരു ഫെസ്റ്റിവലായിരിക്കും 29ാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ദൃശ്യാനുഭവങ്ങൾ സമ്പന്നമാകുന്ന ഈ മേളയുടെ 7 ദിനങ്ങൾ എല്ലാവരുടെയും സാന്നിധ്യവും സഹായവും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ സംസ്ഥാനത്തിന്റെ സാംസ്കാരികമായ നയത്തെക്കുറിച്ചും നമ്മുടെ ഈ മേളയുടെ ഉള്ളടക്കത്തെക്കുറിച്ചും വിശദമായി പ്രതിപാദിച്ച് സംസാരിച്ച ആ പ്രസംഗത്തിന് നന്ദി, ബഹുമാനപ്പെട്ട മന്ത്രി. ഐ നൗ റിക്വസ്റ്റ് ദ വിന്നർ ഓഫ് ദ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് അറ്റ് IFFK 2024, Ms. Anne Hui, for her acceptance speech. Respected ma'am, we welcome you for your acceptance speech. Yes, our honorable ministers and respected organizers of the film festival, ladies and gentlemen, I'm so grateful to the festival for giving me this prize. All I can say is thank you and thank you and thank you. For putting me above all among a row of filmmakers who got life achievement like Jean-Luc Godard and Bella Tarr. I'm their fan, and suddenly I got a position beside them. I'm almost beside myself. I'm very happy to be here and be invited here to attend
and receive the prize. And suddenly today, I was also thinking about second point, is that this is the 4th time I'm getting a Life Achievement Award. And if I live long enough, maybe my getting the Life Achievement Award will be more than all the prizes I get together before. It's okay though, too, I mean. And also, I want to thank my fans and all of you for being film lovers. Because together we make the film. It's not just the filmmakers who need to be awarded. Those people who love films and to make the filmmaking act over and over again are the people who watch the movies, appreciate the movies, understand the movies, and encourage the filmmakers to make more movies. So I really would like to share this prize with fans, all of you audiences. And thank you for so many years of watching my films and appreciating them. Thank you. It's an absolute honor for the state of Kerala to be the first to confer a Lifetime Achievement Award to Ms. Hui, and it's only the beginning of many, many more accolades to come, we are sure. അടുത്തതായി നമ്മുടെ ഏറ്റവും വിശിഷ്ടാതിഥിയെ നമ്മളോട് സംസാരിക്കാനായി ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. Inviting respectfully our chief guest of this evening, Ms. Shabana Azmi, a true icon of Indian cinema, to speak to us this evening. Thank you. Honorable ministers, respected members on the dais, our friends from abroad, colleagues, filmmakers, friends, ladies and gentlemen. I'm extremely thankful for this honor by the Honorable Chief Minister on the 50th year of my working in films. I remember that I was present at the first IFFK, and now in its 29th, 30th year, I'm back with you again. It shows a very long association. And one of the reasons why this festival continues to be amongst the most important in India is because of the audiences and because of how much the people here actually have a taste for good cinema. So it's always a pleasure to come back here. Like Ms. An Hui said, filmmaking is a collaborative medium. Actors get away with most of the accolades because their faces are in front of the camera. But we know that it is because there's a whole host of technicians behind the camera who are working to enhance our strengths and reduce our frailties. So I would like to thank everyone in my team in the journey that has brought me here at this level. And the good thing is that I am still working. When I started 50 years ago, I had no idea that 50 years later, I'd still be working. And so I have, more than anybody, my audiences to thank very much for this. It is always a pleasure to come to Kerala, to interact with the people here who truly have a great taste for art, culture and cinema. So I do hope the foreign delegates that we have here with us are going to be treated to a special spa treatment. That much they deserve for being here. I look forward to my retrospective tomorrow morning. It starts with my very first film, Ankur, and I hope you will enjoy the film. Thank you very much for this honor. I am deeply grateful, sirs. Thank you.
Ladies and gentlemen, for these two stellar women who we honored on stage today, I think we owe them a standing ovation. Let's hear it for Ms. Anne Hui and Ms. Shabana Azmi. With respect, admiration and love from the entire audience of IFFK 2024. Thank you everyone. അടുത്തതായി ഫെസ്റ്റിവൽ ഹാൻഡ് ബുക്കിന്റെ പ്രകാശനമാണ്. പ്രകാശന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ശ്രീ GR അനിലിനെയും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാന്യനായ MLA ശ്രീ VK പ്രശാന്തിനെയും സാദരം ക്ഷണിക്കുന്നു. ഇരുപത്തിയൊൻപതാം മേളയുടെ എല്ലാ വിവരങ്ങളും അടങ്ങുന്ന ഫെസ്റ്റിവൽ ഹാൻഡ് ബുക്കിന്റെ പ്രകാശനമാണ് ഇപ്പോൾ വേദിയിൽ നടക്കുന്നത്. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ശ്രീ GR അനിലിൽ നിന്നും നമ്മുടെ ബഹുമാന്യനായ MLA അത് ഏറ്റുവാങ്ങി പ്രകാശനം നിർവഹിക്കുകയാണ്. അടുത്തതായി ഡെയിലി ബുള്ളറ്റിന്റെ പ്രകാശനമാണ്. അതിനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് D. സുരേഷ് കുമാറിനെ സാദരം ക്ഷണിക്കുന്നു. ആൻഡ് ടു റിസീവ് the daily bulletin, Ms. Golda Sellam, who is the curator of the 29th. അടുത്തതായി കേരള ചലച്ചിത്ര അക്കാദമിയുടെ മുഖമാസികയായ ചലച്ചിത്ര സമീക്ഷയുടെ ഫെസ്റ്റിവൽ പതിപ്പിന്റെ പ്രകാശനമാണ്. ഇത് പ്രകാശനം ചെയ്യുന്നതിനായി സംവിധായകനും KSFDC ചെയർമാനുമായ ശ്രീ ഷാജി N. കരുണിനെയും അതുപോലെ ഏറ്റുവാങ്ങുന്നതിനായി ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ജേതാവായ ശ്രീമതി ആൻ ഹുയെയും ക്ഷണിക്കുന്നു. We respectfully invite our Lifetime Achievement Award winner, Ms. Anne Hui, to receive the special edition of Chalachitra Sameeksha, the official magazine. Ms. Anne Hui, we request you to receive this festival special edition of Chalachitra Sameeksha, the official magazine of the Kerala State Chalachitra Academy. On the cover page, Ms. Anne Hui. She didn't see that coming. അന്താരാഷ്ട്ര തലത്തിൽ മലയാള സിനിമയുടെ യശസ് ഉയർത്തിയ സംവിധായകനും 2023 കേരള സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമായ JC ഡാനിയൽ അവാർഡ് ജേതാവുമായ ശ്രീ ഷാജി N. കരുണിനെ പറ്റി ശ്രീ S. ജയചന്ദ്രൻ നായർ രചിച്ച് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി പ്രസിദ്ധീകരിച്ച ഏകാന്ത ദീപ്തികൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനമാണ് ഇനി വേദിയിൽ. അത് നിർവഹിക്കുന്നതിനായി ജൂറി ചെയർപേഴ്സൺ മിസ് ആനിയസ് ഗുദാബിനെയും ഏറ്റുവാങ്ങുന്നതിനായി സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ഡോക്ടർ ദിവ്യ അയ്യരെയും ക്ഷണിക്കുന്നു. We invite jury chairperson Ms. Agnes Godab to officially release the book and Dr. Divya Ayyar, Director of Department of Culture, to receive the first copy. The book celebrates the illustrious career of Sri Shaji N. Karun, the acclaimed filmmaker who elevated Malayalam cinema on the international stage. We witnessed some special moments on stage, and now on to some special felicitations. ബഹുമാനപ്പെട്ട ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ശ്രീ GR അനിലിനെ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. We request all the dignitaries on stage to be seated. യോഗാധ്യക്ഷൻ പ്രിയങ്കരനായ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ, ഈ ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, വേദിയിലുള്ള ബഹുമാന്യരായ ശ്രീമതി ശബാന ആസ്മി, ശ്രീമതി അന്ന ഹുയി, പ്രിയങ്കരനായ MLA ശ്രീ VK പ്രശാന്ത്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ D. സുരേഷ് കുമാർ ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ സുഹൃത്തുക്കളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സ്നേഹിതരെ, ഞാനൊരു ദീർഘമായ പ്രസംഗത്തിലേക്കൊന്നും കടക്കുന്നില്ല. വളരെ വളരെ സന്തോഷകരമായിട്ടുള്ള
ഒരു ചടങ്ങിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. 29ാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൻ്റെ വേദി തുറന്നു കഴിഞ്ഞിരിക്കുകയാണ്. വരുന്ന 8 ദിവസക്കാലം തലസ്ഥാനം ഈ ഫെസ്റ്റിവൽ ലോക ശ്രദ്ധ ആകർഷിക്കുന്ന ഉത്സവ പ്രതീതിയോടുകൂടി നടക്കുന്ന ഒന്നാണ് എന്ന് നമുക്കെല്ലാം അറിയാം. ആ ചടങ്ങിനും ഫെസ്റ്റിവലിനും എല്ലാ ആശംസകളും നേരുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. Nandi, Shri G.R. Anil. Now I'd like to welcome Ms. Golda Sellam, the curator of the 29th edition of the International Film Festival of Kerala, to provide us with an insightful overview of the festival. Namaskaram, bonjour. Ladies and gentlemen, delegates, distinguished guests and film lovers. Welcome to the 29th edition of IFFK. It's an honor to have you all here as we embark on this exciting journey through the world of cinema. As a curator of this year's program, it has been a true pleasure, alongside my dedicated team and the selection committee, to bring you a lineup of films that showcase the very best in creativity, storytelling, and artistic expression. Together, we try to ensure that each film you'll experience here has something unique to offer. Whether it is a fresh perspective, a compelling narrative, or a deep emotional resonance. Today marks the beginning of a celebration of storytelling, creativity, and the power of film to bring us closer together. Whether you are an emerging filmmaker, a seasoned director, or an avid moviegoer, the festival is for all of us. It is a platform to discover new voices, to explore diverse perspectives, and to celebrate the art that can inspire, challenge, and unite. As we kick off this incredible event, we are thrilled to showcase a rich tapestry of film that push boundaries, ignite conversations, and leave a lasting impact. We are deeply grateful to our filmmakers, sponsors, and supporters who have made this vision a reality. So, sit back, relax, and allow yourself to be transported into worlds both familiar and unknown. Let this festival be a reminder of the magic of cinema and the shared experiences that bring us all together. Thank you for being here, and here's to an unforgettable 29th edition of IFFK. Enjoy the film and let the journey begin. Thank you, ma'am, for the effort that you have put into curating the absolutely compelling content at IFFK 2024. And now I invite Ms. Agnes Godard, French cinematographer and chairperson for the International Competition Jury, to address this gathering. Good evening. I'm very impressed to see so many people. It's very joyful, and it's a big honor for me to have been invited here representing the branch of cinematography. I think about them, about crew, because we are working on collaborations, with many people that remain in shadow. But we do work with electricians, grip, assistant. This is really important. So it's a collective work, collaboration work. And I met a group 2 days ago. I've been working with them for 2.5 days here in the studio. It was fantastic to see these 15 young DOPs
And I was very happy to feel that transmission is here, and I do feel still a lot of passion for movies. So long life to cinema, and thank you very much. Thank you. We are indeed honored with your presence here as the jury of the International Film Competition section. ആശംസാ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട MLA ശ്രീ VK പ്രശാന്തിനെ സാദരം ക്ഷണിക്കുന്നു. ആശംസകൾ അർപ്പിക്കുന്നതിനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് D സുരേഷ് കുമാറിനെ സാദരം ക്ഷണിക്കുന്നു. ഇരുപത്തിയൊൻപതാമത് രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന സെഷന്റെ അധ്യക്ഷൻ ആദരണീയനായ കേരളത്തിൻ്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ അവർ, ഈ ചലച്ചിത്രമേള ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ച് കടന്നുപോയ കേരളത്തിൻ്റെ ഏറെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ആദരണീയനായ ശ്രീ പിണറായി വിജയൻ അവർ, വേദിയിലുള്ള കേരളത്തിൻ്റെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ GR അനിൽ, ഏറെ ബഹുമാന്യായ നമ്മുടെ മുഖ്യ അതിഥി പ്രശസ്തയായ ചലച്ചിത്ര താരം ശ്രീമതി ശബാന ആസ്മി, സ്നേഹാദരണീയരായ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാരെ, 29ാമത് രാജ്യാന്തര ചലച്ചിത്രമേള ഏറ്റവും പുതുമയാർന്ന ഒരു ദൃശ്യാനുഭവം ആയിത്തീരട്ടെ എന്ന് മാത്രമാണ് ആശംസ. ഏവർക്കും ഇവിടെ എത്തിച്ചേരുന്ന മുഴുവൻ പേർക്കും ഹൃദ്യമായ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി ശ്രീ സുരേഷ് കുമാർ. ഇനി ആശംസകൾ അർപ്പിച്ച് സംസാരിക്കാനായി നമ്മുടെ സാംസ്കാരിക വകുപ്പിന്റെ ഡയറക്ടർ ഡോക്ടർ ദിവ്യ S അയ്യരെ സസ്നേഹം ക്ഷണിക്കുന്നു. എല്ലാ ഗുരുജനങ്ങൾക്കും സജ്ജനങ്ങൾക്കും സ്നേഹവന്ദനം. ഇന്ന് 29ാമത് IFFKയുടെ തിരശ്ശീല ഉയർന്നിരിക്കുകയാണ്. ഇന്ന് ഈ സായാഹ്നം കേരളത്തിൽ നമ്മൾ തൃക്കാർത്തിക ദിവസമായി കൂടി ആഘോഷിക്കുന്ന ഒരു ദിനമാണ്. ഞാനവിടെ ഇരിക്കുമ്പോൾ വീട്ടിൽ നിന്നും കുഞ്ഞു വിളക്ക് കത്തിക്കുന്നതിൻ്റെ ചെറിയ ഫോട്ടോകൾ എനിക്ക് അയക്കുന്നുണ്ടായിരുന്നു. ഒപ്പം എൻ്റെ കയ്യിൽ കിട്ടിയ പുസ്തകം ഏകാന്ത ദീപ്തികൾ എന്നുള്ള ഒരു പുസ്തകം കൂടിയാണ്. വിളക്കുകൾ നമ്മുടെ വീടുകളുടെ മുറ്റങ്ങളിൽ മാത്രമല്ല, പക്ഷേ മനുഷ്യ മനസ്സുകളിലേക്ക് വെളിച്ചം വീശുന്ന തരത്തിലുള്ള സിനിമകളുടെ പ്രകാശനം കൂടിയാണ് നമ്മുടെ ഈ അന്താരാഷ്ട്ര ചലച്ചിത്രമേള എന്നുള്ളത്. ഈ ഒരു സായാഹ്നത്തിൽ ഇതിൻ്റെ സൃഷ്ടാക്കൾക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഓർക്കുകയാണ്. ഇവിടെ എത്തിച്ചേരുന്ന ഓരോ വ്യക്തിയും ലോകമെമ്പാടുമുള്ള നല്ല സിനിമയുടെ അർത്ഥവും പൊരുളും തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ ആസ്വദിക്കുന്നു എന്നുള്ളത് അറിയുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് എന്ന് മാത്രം അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സൗഹൃദവും സാഹോദര്യവും ഒക്കെ വെറും ആശയങ്ങളായി നിലകൊള്ളാതെ അവയെ ചലച്ചിത്രത്തിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് വരവേൽക്കുവാൻ നമുക്ക് ഈ ഒരു സന്ദർഭത്തിലൂടെ തയ്യാറാകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും പ്രത്യേകിച്ചും സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ സൃഷ്ടാക്കൾക്കും പ്രണാമവും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. ദീപ്തമായ ആ ആശംസകൾക്ക് നന്ദി ശ്രീമതി ദിവ്യ. ഇനി ആശംസകൾ അർപ്പിച്ച് നമ്മളോട് സംസാരിക്കാനായി KSFDCയുടെ ചെയർമാൻ ശ്രീ ഷാജി N കരുണിനെ സാദരം ക്ഷണിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വേദിയിലിരിക്കുന്ന ശ്രേഷ്ഠ, അതിനേക്കാൾ ഉപരി ഈ സിനിമയെ സ്നേഹിക്കുന്ന സന്മനസ്സുള്ള വ്യക്തികളുടെ മുമ്പിൽ എനിക്ക് നിൽക്കാൻ ഈ 29ാമത്തെ ചലച്ചിത്ര ഉത്സവം പങ്കെടുക്കുമ്പോൾ ഇത് ഏറ്റവും വലിയ ഓർമ്മയായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അപ്പം പ്രധാനമായിട്ടും ഇതിന് ചുക്കാൻ പിടിച്ച നമ്മുടെ ആദരണീയനായ ശ്രീ സജി ചെറിയാൻ അവറുകളും അതുപോലെ പ്രേംകുമാറും അജോയും കൂട്ടത്തിൽ ഇന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ത്രീ പ്രാതിനിധ്യം
എന്നുള്ള ഒരു തീം ഇവിടെ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് ഇന്ന് ഈ വേദിയിൽ പലപ്പോഴും സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉണ്ടായിരുന്നില്ല. ഇന്നത് പൂർണ്ണമായിട്ടും നമുക്കത് തീർച്ചയായിട്ടും അനുഭവിക്കുകയും അറിയുകയും ചെയ്യുന്ന ഒരു ദിവസം കൂടിയാണ്. എൻ്റെ കൂടെ എനിക്കൊക്കെ ഒരുപാട് കാലത്ത് 50 വർഷം ഷബാന ആസ്മി തൻ്റെ ജീവിതം പങ്കിടുമ്പം എൻ്റെ ജീവിതവും 50 വർഷത്തിനോട് തുല്യമായിരുന്നു എന്ന് ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. കാരണം ഞങ്ങൾ ഒരുമിച്ച് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന കാലം അത് ഓർമ്മകൾ മാത്രമല്ല, ഒരുപക്ഷെ നല്ല സിനിമയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ച വ്യക്തികളിൽ ഏറ്റവും വലിയ സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഷബാന ആസ്മി. അവരുടെ ഒപ്പം സഞ്ചരിക്കാൻ സാധിച്ചു എന്നുള്ളതിൻ്റെ ഒരു കൃതാർത്ഥത കൂടി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. കൂട്ടത്തിൽ നേരത്തെ നമുക്കൊക്കെ അറിയാം, നമ്മുടെ കൾച്ചറൽ ഡയറക്ടർ ദിവ്യ അയ്യരും മധുപാലും ശ്രീ BR ജേക്കബും കുക്കു പരമേശ്വരനും ആനിസ് ഗഡാഡും ആൻഹുയും എല്ലാം, അല്ലെങ്കിൽ നമ്മുടെ ഫെസ്റ്റിവൽ ക്യൂറേറ്ററായിട്ടുള്ള ഗോൾഡാസ് എല്ലാം, അങ്ങനെ ഇന്നിപ്പം നമുക്ക് അറിയാം ഈ 29ാമത്തെ ഫെസ്റ്റിവൽ കഴിഞ്ഞ് 30ാമത്തെ ഫെസ്റ്റിവലിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മുടെ വ്യക്തത എന്താണെന്നുള്ളത് ഇവിടെ നമ്മൾ വളരെ വ്യക്തമായിട്ട് അടയാളപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഫെസ്റ്റിവലിൻ്റെ ഏറ്റവും വലിയ ധർമ്മം. അത് ഒരർത്ഥത്തിൽ അത് സാക്ഷാത്കരിച്ചു എന്ന് പറയുന്നതിൽ വലിയൊരു ചാരിതാർത്ഥ്യമുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ നിലയിലും ഇതിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും വീണ്ടും എൻ്റെ നമസ്കാരം. Nani, Sri Shaji and Karun, what a proud moment for IFFK 2024 to host 2 illustrious classmates and 2 illustrious people of the film fraternity on stage together. ആശംസകൾ അർപ്പിച്ച് നമ്മളോട് ഇനി സംസാരിക്കുന്നത് സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ശ്രീ മധുപാലാണ്. അദ്ദേഹത്തെ സസ്നേഹം ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന ആദരണീയരെ, പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, 29ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം കാഴ്ചയുടെ ഒരു വർണ്ണോത്സവമാക്കി മാറ്റാൻ പോകുന്ന ഈ ദിവസം മുതൽ അടുത്ത 8 ദിവസം തീർച്ചയായിട്ടും കേരളത്തിലെ മുഴുവൻ ആളുകളും, ഒരർത്ഥത്തിൽ ഇതിന് വന്നിട്ടുള്ള മുഴുവൻ ആളുകളും ഈ ആഘോഷത്തെ അതിൻ്റെ വലിയ തോതിൽ തന്നെ കൊണ്ടുപോകുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇത് കണ്ടുപോകുമ്പോൾ എനിക്കിതിനകത്ത് തോന്നിയിട്ടുള്ളത് അതിമനോഹരമായ പാക്കേജുകളുള്ള ഒരു ചലച്ചിത്രോത്സവമാണ് ഈ 29ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവങ്ങൾ. കാരണം ഇത് തിരഞ്ഞെടുത്തിട്ടുള്ള ഈ കോമ്പറ്റീഷനിലേക്കായിട്ടും പാക്കേജുകളിലേക്കായിട്ടും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഇതിൻ്റെ ജൂറി മെമ്പേഴ്സ് എല്ലാം കണ്ടുപോയ സിനിമകളും അറിഞ്ഞ സിനിമകളും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു പാക്കേജ് തന്നെയാണ് 29ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ചലച്ചിത്ര അക്കാദമി നടത്തിയിട്ടുള്ളത് എന്ന് നിസ്സംശയം പറയാൻ കഴിയും. കാരണം ഈ സിനിമകൾ നിങ്ങൾ കാണുന്ന സിനിമകളിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, കേൾക്കാനും ഉണ്ടാവും. 29ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ നടത്തിപ്പിനും അതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കും ഈ ചടങ്ങ് ഗംഭീരമാക്കിയിട്ടുള്ള ആളുകൾക്കും ഇതിൻ്റെ കാഴ്ചക്കാർക്കും എല്ലാം എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി ശ്രീ മധുപാൽ. കേരള ഫിലിം ചേംബർ പ്രസിഡന്റ് ശ്രീ BR ജേക്കബിനെയാണ് അടുത്തതായി ആശംസാ പ്രസംഗത്തിനായി സാദരം ക്ഷണിക്കുന്നത്. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും നമസ്കാരം. മലയാള സിനിമാ നിർമ്മാണ വിതരണ പ്രദർശന വിഭാഗത്തിൻ്റെ അപെക്സ് ബോഡിയായ കേരള ഫിലിം ചേംബറിനെ 29ാമത് അന്തർദേശീയ ഫിലിം ഫെസ്റ്റിവലിൽ ക്ഷണിച്ചതിന് സാംസ്കാരിക വകുപ്പിനും ചലച്ചിത്ര അക്കാദമിക്കും ഫിലിം ചേംബറിൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളും. ഫിലിം ചേംബറിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
നന്ദി ശ്രീ ജേക്കബ്. ഇനി 29ാമത് IFFKയുടെ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചവർക്ക് ഔദ്യോഗികമായി നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി പ്രമുഖ നടിയും ചലച്ചിത്ര അക്കാദമിയുടെ ജനറൽ കൗൺസിൽ അംഗവുമായ ശ്രീമതി കുക്കു പരമേശ്വരനെ സാദരം ക്ഷണിക്കുന്നു. നമസ്കാരം. ഇത് വളരെ ഒഫീഷ്യലായിട്ടുള്ളൊരു ഡ്യൂട്ടിയാണ്. അതുമല്ല, നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത് സിനിമ കാണാനാണ്. പക്ഷേ ഇത് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു ഘടകവുമല്ല ഇങ്ങനെ ഒരു ഫംഗ്ഷന്. സോ ഞാൻ എൻ്റെ കൃത്യത്തിലേക്ക് കടക്കുന്നു. നമ്മുടെ 29ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് കേരള സ്റ്റേറ്റ് ചലച്ചിത്ര അക്കാദമിയുടെ പേരിൽ ഒരുപാട് നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനും കേരള സ്റ്റേറ്റ് ചലച്ചിത്ര അക്കാദമിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. ഫെസ്റ്റിവൽ ബുക്കിന്റെ പ്രകാശനം നിർവഹിച്ച ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ശ്രീ GR അനിലിനും ഏറ്റുവാങ്ങിയ MLA MK പ്രശാന്തിനും കേരള സ്റ്റേറ്റ് ചലച്ചിത്ര അക്കാദമിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. ഡെയിലി ബുള്ളറ്റിൻ പ്രകാശന കർമ്മം നിർവഹിച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് D സുരേഷ് കുമാറിനും അത് ഡെയിലി ബുള്ളറ്റിൻ ഏറ്റുവാങ്ങിയ ഗോൾദാസലത്തിനും ക്യൂറേറ്റർ ഓഫ് 29th ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രത്തിലെ ക്യൂറേറ്റർ ഗോൾദാസലമിനും നന്ദി അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായി നന്ദി അറിയിക്കാനുള്ളത് പ്രത്യേകിച്ചും ആൻ ഹുയി, one of the outstanding women film directors of the world and the Lifetime Achievement Awardee, 29th IFFK. Thank you, ma'am, for being here and gracing us for this occasion. And the next person is none other than Shabna Azmi, who redefined the art of acting and showed each one of us who in the film industry that an actor's role is beyond silver screen. Thank you, ma'am, for being here and gracing the occasion. Above all, നമുക്ക് felicitation നടത്തിയ Mr. Advocate Suresh Kumar, Dr. Divya Iyer IAS, Sri Shaji N. Karun, Sri Madhubal Chairman, Cultural Activists Welfare Fund Board, Sri B.R. Jacob, President, Kerala Film Chamber, ഇവർ ഓരോരുത്തർക്കും കേരള സ്റ്റേറ്റ് ചലച്ചിത്ര അക്കാദമിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. ജൂറി ചെയർപേഴ്സൺ അനിയസ് ചോപ്പാർ ഗോദാദ് ആൻഡ് ഇനി ഒട്ടും അവസാനമല്ലെങ്കിലും നമ്മുടെ തന്നെയായ ചെയർമാൻ ശ്രീ പ്രേംകുമാറിന് സ്വാഗതം പറഞ്ഞ അജോയ് ചന്ദ്രനും കേരള സ്റ്റേറ്റ് ചലച്ചിത്ര അക്കാദമിയുടെ പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു. നന്ദി ശ്രീമതി കുക്കു. ഔപചാരികമായ ചടങ്ങ് ഇവിടെ അവസാനിക്കുകയാണ്. We come to the close of the formal inaugural ceremony on this stage. The stage is now quickly going to be reset for the film screening. Thank you, everyone, all the dignitaries on stage for joining us. We request you to join the audience. And we invite all of you to immerse yourselves in the screening of our opening film, I Am Still Here, directed by Walter Salles. This captivating cinematic masterpiece, presented in Portuguese language, unfolds over 135 minutes, just over 2 hours, which promises an engaging and immersive experience for all viewers. Enjoy the journey that the film has in store for all of us. We're going to quickly reset the stage for the film screening. Enjoy the rest of the evening. Thank you.